നമ്മളെല്ലാവരും എത്ര ശ്രമിച്ചിട്ടും ഹൃദ്രോഗത്തിൻ്റെ അളവ് കൂടിക്കൂടി വരികയാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നൊരു വിഡ്ഢിത്തമുണ്ട്. എന്താണെന്നറിയോ? ഹൃദ്രോഗം എപ്പോഴും സംഭവിക്കുന്നത് വളരെ പതുക്കെ കുറേ വർഷങ്ങളെടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക, ഇത്രയും വർഷം എടുത്തിട്ടാണ് ഹൃദ്രോഗം വരുന്നതെങ്കിൽ അത്രയും സമയം നമ്മുടെ കയ്യിലുണ്ട് ഇത് തടയാൻ വേണ്ടിയിട്ട്. നമ്മൾ ജീവിതത്തിൽ വരുത്തുന്ന ഓരോ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ ഭാവിയിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഹൃദ്രോഗം നമുക്ക് ചെറുപ്പം മുതലേ തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിന് 80-20 റൂൾ എന്നാണ് പറയുന്നത്. എന്താണ് 80-20 റൂൾ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു 20% ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ 80% ഹാർട്ട് അറ്റാക്ക് റിസ്ക് നമുക്ക് കുറക്കാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ 20% കൊണ്ട് 80% മെച്ചം. ഇതൊരു ലാഭക്കച്ചവടമല്ലേ? നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഹാർട്ടിലെ ബ്ലോക്കുകളും അറ്റാക്കും സംഭവിക്കുന്നത് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ്. രണ്ടാമത്തെ കാര്യം, സ്ട്രെസ് ഹോർമോണുകൾ എന്ന് വെച്ചാൽ ടെൻഷൻ കാരണം വരുന്ന ഹോർമോണുകൾ ഹൃദയത്തിൽ നീർക്കെട്ടുണ്ടാക്കും, ബ്ലോക്ക് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം, പുറമേ നിന്ന് കഴിക്കുന്ന ഫുഡുകളും ട്രാൻസ് ഫാറ്റുകളും പ്രോസസ്ഡ് ഫുഡുകളും രക്തക്കുഴലിനകത്ത് പെട്ടെന്ന് നീർക്കെട്ടുണ്ടാക്കി അത് പതുക്കെ ബ്ലോക്കായിട്ട് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കരുതുന്നത് വളരെ നിർബന്ധമാണ്. നാലാമത്തെ കാര്യം, നമ്മൾ സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹൃദ്രോഗ സാധ്യത ഭയങ്കരമായിട്ട് കൂടുകയാണ്. അതുകൊണ്ട് കുറേ നേരം ഇരിക്കുക എന്നുള്ള അവസ്ഥയിൽ നമ്മളൊരു ബ്രേക്ക് എടുത്തേ മതിയാവും. അഞ്ചാമത്തെ കാര്യം, ഉറക്കവുമായി ബന്ധപ്പെട്ടാണ്. സ്ഥിരമായിട്ട് ഉറക്കത്തിന് തടസ്സമുള്ള ഒരു വ്യക്തിക്ക് 20%-ലധികം ഹാർട്ട് അസുഖത്തിൻ്റെ സാധ്യത കൂടുകയാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയാനുള്ള മാർഗം നമ്മളിൽ തന്നെയുണ്ട്. അത് മരുന്നോ ഗുളികയല്ല. നമ്മൾ നമ്മുടെ ഹാബിറ്റുകൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ 80%-ഓളം റിസ്ക് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തൊക്കെ ചിട്ടകളാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, സിമ്പിൾ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ വെറുതെ ചെറുതായിട്ട് നമ്മൾ നടക്കുക. കുറേ നേരം ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓരോ മണിക്കൂറിലും ബ്രേക്ക് എടുത്തിട്ട് നടന്നുകൊണ്ടേയിരിക്കുക. ഒരു 5-10 മിനിറ്റ് നടന്നാൽ മതി. രണ്ടാമത്തെ കാര്യം, സ്ട്രാറ്റജിക് ഈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഹൃദയ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. മൂന്നാമത്തേത് സ്ട്രെസ് മാനേജ്മെൻറ്റാണ്. ടെൻഷൻ കുറയ്ക്കാനുള്ള പരമാവധി മാർഗങ്ങൾ നമ്മൾ നോക്കുക. നാലാമത്തേത് ക്വാളിറ്റി സ്ലീപ്പാണ്. എന്ന് വെച്ചാൽ നന്നായിട്ട് ഉറങ്ങണം. നല്ല ക്വാളിറ്റി ഇല്ല, ഒരു ബ്രേക്ക് ഇല്ലാത്ത സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക. ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഹാർട്ടിൻ്റെ അസുഖങ്ങളുടെ സാധ്യത ഒരുപാട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ സുഹൃത്തുക്കളിലും കുടുംബത്തിലുള്ള ചെറുപ്പക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരിപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് തുടങ്ങട്ടെ.